ദുബായിൽ വന്നപ്പോഴും ചേട്ടനെ പിടിച്ചെടുത്ത് എൻ്റെ റൂമിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു ചേട്ടൻ താമസിച്ചത്. അപ്പം എനിക്ക് അവന് ആ റൂമിലൊരു ഹാർമോണിയം കിട്ടി. അപ്പം ഞാനിരുന്ന് ഇങ്ങനെ പാടും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ചേട്ടൻ വന്നിട്ട് എൻ്റെ ഗുരുനാഥൻ്റെ ഒരു അഷ്ടപതി പാടണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പാടിക്കപ്പോൾ ചേട്ടൻ അത് കേട്ട് കരയും. കരച്ചിട്ട് തീർന്നു കഴിയുമ്പോൾ ഞാൻ അനുരാഗഗാനം പോലെ ആ ചേട്ടൻ പാടും. അങ്ങനെ ഞങ്ങളൊരു 4-5 ദിവസം അവിടെ ഉണ്ട്. ആദ്യത്തെ ട്രിപ്പാണ് എൻ്റെ ദുബായ് ട്രിപ്പ്. അപ്പം ഞാൻ ഈ ഫ്ലൈറ്റ് ഇപ്പോഴും ഓർക്കുന്നു, ചേട്ടനാണ് എൻ്റെ അടുത്ത്. ആദ്യമായിട്ട് പോകുന്ന ഫ്ലൈറ്റ് യാത്ര ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ് ദുബായ്ക്ക്. അപ്പോൾ ഇത് ടേക്ക് ഓഫ് ചെയ്തപ്പോഴാണ് ഞാൻ മുമ്പ് ഇരുന്ന ആളെ ചവിട്ടി മറിച്ചിട്ട് കാല് വെച്ച് എനിക്ക് ടെൻഷനായിട്ട് സത്യം അങ്ങനെ മറിച്ചിടാൻ പറ്റത്തില്ല. ചവിട്ടിയിട്ട് ചേട്ടൻ പറഞ്ഞ് കടറാന്ന്. പിന്നെ സെറ്റാണ്. എനിക്ക് അറിഞ്ഞൂടല്ലോ ഇത് നമുക്ക് ആദ്യം. പിന്നെ ഒന്നാമത് എനിക്ക് ഫ്ലൈറ്റ് പേടിയാണ് സത്യസന്ധമായിട്ട്. പിന്നെ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് കയറി ഇരിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാലും കുറേ ഓർമ്മകൾ തന്നു മക്കളെ കേട്ടോ. ഫ്ലൈറ്റിന്റെ അകത്ത് കയറി ഇരിക്കുമ്പോൾ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ പറഞ്ഞു പേടിപ്പിക്കുകയും ചെയ്യും. ഇല്ല അങ്ങനല്ല, ഞാൻ പേടിയുള്ള മനുഷ്യനാണ്. സാറ് അവിടെ ഒരേ ഫ്ലൈറ്റിൽ ഇരിക്കുകയാണെങ്കിൽ സാറ് പറയുന്നത് ഇതിപ്പോ ഇങ്ങനെ ശരിയും നോക്കിയോ അയ്യോ പിടിച്ചിരുന്നോ ചിലപ്പോ താഴെ വീഴും എന്നിട്ട് ഞാൻ അങ്ങനെ ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുമോ? അടിച്ചു വിടുക. ഞാൻ പറയത്തില്ല ചേച്ചി, അങ്ങനെ നെഗറ്റീവായിട്ട് ഒരു കാര്യം ഞാൻ ഫ്ലൈറ്റിൽ കയറി പറയത്തില്ല. അതെനിക്ക് പേടിയാണ്. അല്ല എനിക്ക് പേടി. ചിത്ര ചേച്ചി എന്തോ ഒരു പേടിയാണ് ചേച്ചി. ഇപ്പം പിന്നെ കുറച്ച് ശരിയാ. പിന്നെ അയ്യോ ചേച്ചി വല്ലാണ്ട് പേടിക്കും. ഞാനും ചേച്ചിയും കൂടെ മഞ്ചേരി യാത്ര. മോനെ സോറി കേട്ടോ, ഇതൊന്ന് പറഞ്ഞോട്ടെ. കുഴപ്പമില്ല, അവൻ അത്രയും സന്തോഷം. അയ്യാ അപ്പം ഞങ്ങൾ മറ്റേ കൊച്ചു ഫ്ലൈറ്റുള്ളപ്പം പാറു അതിനകത്ത് കയറി. അപ്പോൾ ഇതിനകത്ത് കയറി എൻ്റെ തൊട്ടിപ്പുറത്ത് ചേച്ചി ഞങ്ങൾ ജോളിയായിട്ട് പോവുക. അപ്പോൾ പോകുമ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിനി അടുത്ത വട്ടം വരുമ്പോൾ ചരത്തെ മറ്റേ പാരമൗണ്ട് എയർവേസ് എന്ന് പറഞ്ഞൊരു എയർവേസ് ഉഗ്രം, അത് നിർത്തിച്ച് എല്ലാവരും കൂടി ചേർന്ന്. നല്ല ഫ്ലൈറ്റാണ്, എംബ്രയർ ജെറ്റ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതിൽ കയറി ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊക്കെ കുലുങ്ങാൻ തുടങ്ങി. അതാണെങ്കിൽ ഒരു സായിപ്പാണ് ഓടിക്കുന്നത്. ആ സായിപ്പ് അവിടെ സായിപ്പിൻ്റെ എന്തെന്ന് സായിപ്പ് എൻജോയ് ദ ബംപി റൈഡ് എന്ന് പറഞ്ഞു. ഓക്കെ കുറച്ച് സമയം കഴിഞ്ഞ് സത്യമാണ് കേട്ടോ, ഈ ഫ്ലൈറ്റ് ഇങ്ങനൊക്കെ ആവാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പേടിച്ച് എന്നിട്ടൊരു സൈഡിലേക്കൊരു പോക്ക് പോയി. എൻ്റെ പാറു, ഞാനുള്ളത് എനിക്ക് ഏതാണ്ടൊരു സാധനം ഇങ്ങോട്ട് വന്നതറിയാം. ഇവിടെ നെഞ്ച് എരിഞ്ഞിട്ട് ഇരിക്കും. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എൻ്റെ ഇവിടെ ഭയങ്കര വെയിറ്റ് ഈ സൈഡിൽ. അപ്പം ഞാൻ നോക്കി ചേച്ചി തൂങ്ങിക്കിടക്കുക, ചിത്ര ചേച്ചി എൻ്റെ തോളിൽ. അപ്പം ഞാൻ മുമ്പിൽ ആരോ ഇരുന്നു, ഞാൻ അവരെ എല്ലാം കൂടെ ചേർത്ത് കെട്ടി അങ്ങ് പിടിച്ചു. അത് പേടിച്ചു പോയി. പക്ഷെ ഒരു മിനിറ്റിൽ ചേച്ചി ഇത്ര ആ സമയത്ത് ആലോചിച്ചേക്കും. നമ്മൾ ശരത്തെ നമ്മുടെ രണ്ടിനെയും പടം വെച്ചേക്കുന്ന ശരത്തെ ചന്ദനത്തിനെയൊക്കെ കത്തിച്ച് വെച്ചിട്ട് പിള്ളേർ നിന്ന് പാടുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ദിവസം ലീവെങ്കിലും കൊടുക്കണേ, ഞങ്ങൾ ചത്തിട്ട് ഉടനെ തന്നെ അവർക്ക് പാടണമെന്ന്. ഇതൊക്കെ നമുക്ക് പേടിയുള്ളപ്പം പറ്റിപ്പോന്നാ മക്കളെ കേട്ടോ.